ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങളിൽ നിൻ ഒഴിവാക്കണമേ. നമുക്ക് നമസ്കരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാരിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യമർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനായ മാതാവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ അപേക്ഷ നീ അവിടുന്ന് കേൾക്കുമാറാകണമേ. പരിശുദ്ധ റൂഹായുടെ മണവാട്ടിയായ മാതാവേ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കാവൽക്കാരനായിരുന്ന നീതിമാനായ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ ഈ പിതാവായ യോയാക്കീം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ മാതാവായ ഹന്ന അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്നെപ്പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല, നിന്നെപ്പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. ഭാഗ്യവതിയായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. ജീവമന്ന സൂക്ഷിക്കപ്പെട്ട സ്വർണ്ണ ചെപ്പായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹസ്കിയേൽ കണ്ട രഥമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീകളുടെ നിന്നയെ നീക്കിക്കളഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജാതിരാജാവ് വസിച്ച രഹസ്യ കൊട്ടാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അവിടുന്ന് നിന്റെ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളും സാക്ഷാൽ മുന്തിരിയെ പുറപ്പെടുവിച്ച തോട്ടകമായ മാതാവേ, ക്രൂബേന്മാരുടെ രഥത്തേക്കാൾ ഔന്നത്യമുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഐശ്വര്യങ്ങളുടെ സ്പർണാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്നിൽ നിന്ന് ഉദിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുമാറാകണമേ.
ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ, നിന്റെ മാതാവിൻ്റെ ഓർമ്മ ഞങ്ങൾക്ക് വാഴ്വിനായി തീരണമേ. അവളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയായി തീരണമേ. നിന്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെ സാകല വാങ്ങിപ്പോവുകയും നിന്റെ വലതുഭാഗത്ത് നിന്റെ മഹത്വത്തെ കാണുകയും നിന്റെ മാതാവിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ നിന്റെ പിതാവിനോടും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ വകുല ശുഭാലവൽമീൻ. Glory be to the triune God. Reading from the book of Psalms, chapter 34. I will always thank the Lord. I will never stop praising him. I will praise him for what he has done. May all who are oppressed listen and be glad. Proclaim with me the Lord's greatness. Let us praise his name together. I prayed to the Lord, and he answered me. He freed me from all my fears. The oppressed looked to him and are glad. They will never be disappointed. The helpless call to him, and he answers. He saves them from all their troubles. His angel guards those who honor the Lord and rescues them from danger. Find out yourself how good the Lord is. Happy are those who find safety with him. Honor the Lord, all his people. Those who obey him have all they need. Even lions go hungry for lack of food, but those who obey the Lord lack nothing good. Come, my young friends, and listen to me, and I will teach you to honor the Lord. Would you like to enjoy life? Do you want long life and happiness? Then hold back from speaking evil and from telling lies. Turn away from evil and do good. Strive for peace with all your heart. The Lord watches over the righteous and listens to their cries, but he opposes those who do evil, so that when they die, they are soon forgotten. The righteous call to the Lord, and he listens. He rescues them from all their troubles. The Lord is near to those who are discouraged. He saves those who have lost all hope. The good man suffers many troubles, but the Lord saves him from them all. The Lord preserves him completely, not one of his bones is broken. Evil will kill the wicked, those who hate the righteous will be punished. The Lord will save his people, those who go to him for protection will be spared. Barkimore. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ ഏവരുമേ, കുഞ്ഞുങ്ങളെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ആമുഖ സന്ദേശത്തിനു വേണ്ടി ഇന്ന് ലഭിച്ച അവസരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അല്പസമയം ഏവരോടൊപ്പം ചിന്തിക്കുവാൻ പ്രാർത്ഥന എന്ന വിഷയം ഉചിതമാണെന്ന് കരുതുന്നു. പ്രാർത്ഥന എന്നത് ദൈവവുമായി നമുക്കുള്ള സംസാരമാകുന്നു. മനുഷ്യർക്ക് ദൈവവുമായി സംസർഗം നടത്താനുള്ള വഴിയാണ് പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ ജീവവായുവാകുന്നു പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്തിടത്ത് ജീവനില്ല, വളർച്ചയുമില്ല. യിരെമ്യാ പ്രവചനം 29:12 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. നാം നിത്യവും ദൈവവുമായി സംസർഗം നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 59:16 പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെടുന്നുവെന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നു. എപ്പോഴും ഇടവിടാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തതിലൂടെ നമ്മെ അറിയിക്കുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും മടങ്ങിപ്പോകുന്നു, കുറവുള്ളതാകുന്നു. പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളുണ്ടാകുന്നു. ദൈവാത്മാവ് കൂടെയുള്ളവർക്ക് ഈ തടസ്സങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കും. എന്താണ് പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ? ഈ തടസ്സങ്ങൾ നമ്മിൽ തന്നെയാണ്. അവയിൽ ചിലത്: 1. സംശയം. ഉള്ളിടത്ത് അവിശ്വാസം ഉടലെടുക്കുന്നു. അവിശ്വാസമാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാന ശത്രുവും തടസ്സവും. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:6 പറയുന്നു: ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. റോമർ 4:20 പറയുന്ന: വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവമഹത്വം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ചതും സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു നിന്നതും കാരണം ഇതാണ്. 2. അഹന്ത.
സകല പാപത്തിനും കാരണമായ മനസ്സിലെ അഹന്ത പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നു. പ്രാർത്ഥന താഴ്മ ആവശ്യപ്പെടുന്നതാണ്. 1 കൊരിന്ത്യർ 4 അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നുണ്ട്. അഹന്തയും അസൂയയും വെച്ചുള്ള പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ മറുപടി ലഭിച്ചേക്കാം. എന്നാൽ ശിക്ഷയും അതോടൊപ്പമുണ്ട് എന്നുള്ളത് സങ്കീർത്തനം 106:15 പറയുന്നു. അവർ അപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തുവെങ്കിലും അവരുടെ പ്രാണന് ക്ഷയം ഭവിച്ചു. അഹന്തയോട് കൂടിയ പ്രാർത്ഥനയുടെ ഉദാഹരണമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 9:14 പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ കാണുന്നത്. ദൈവത്തോടുള്ള ഹൃദയം തുറന്ന സംഭാഷണമാണ് പ്രാർത്ഥനയെങ്കിലും മനുഷ്യ മനസ്സിലെ അഹന്ത പ്രാർത്ഥനയ്ക്ക് തടസ്സമായി തീരുന്നു, മറുപടി ലഭിക്കാത്തതായിത്തീരുന്നു. 3. സ്നേഹമില്ലായ്മ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് സ്നേഹിക്കുന്ന ഹൃദയം ആവശ്യമാണ്. മനുഷ്യനെ പകുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പ്രാർത്ഥനയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44 ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന്. പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ ഇനിയുമുണ്ട്. ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഇടപാടുകൾ, കനിവില്ലാത്ത ചെയ്തികൾ, മുൻകോപവും ക്രോധവുമുള്ള പ്രവൃത്തികൾ നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ തന്നെയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:12 മുതലുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15:25 മുതലുള്ള വാക്യങ്ങളിലും അത് കാണുന്നു. പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളായവയെ അകറ്റി നിർത്തി 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 പറയുന്നത് പോലെ എപ്പോഴും സന്തോഷമായിരിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശിൽ ദൈവ ഇഷ്ടം. അതിനാൽ ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വാതിലുകളെ അടയ്ക്കുന്നവനല്ല, നമുക്കായി വാതിലുകൾ തുറക്കുന്നവനാകുന്നു. അങ്ങനെ പ്രത്യാശയുള്ള ഒരു ഭാവിയെ വീക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്രയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്രയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ. മറുയാത്രയിൽ ഞാൻ മറുപച്ച തേടി മാറത്തടിച്ച നേരം, മറുയാത്രയിൽ ഞാൻ മറുപച്ച തേടി മാറത്തടിച്ച നേരം, മഞ്ഞ തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. മഞ്ഞ തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്രയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ.
Glory be to the Father, Son and Holy Spirit. അഭിവന്യ തിരുമേനി, വന്യ വൈദികരെ, തിയോ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ഏവരുമേ, പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എൻ്റെ സൺഡേ സ്കൂൾ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. തിയോ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാമിൽ എനിക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ ആദ്യമേ തന്നെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിനവസരം തന്ന ഇതിൻ്റെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ COVID-19 കാലഘട്ടത്തിൽ കഴിഞ്ഞ 3.5 മാസമായി വിവിധ തലങ്ങളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിയോ മിനിസ്ട്രി പ്രോഗ്രാം മുടക്കം കൂടാതെ നടക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം ഇതിന് നേതൃത്വം നൽകുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിരാശയിലും മാനസിക സംഘർഷത്തിലും കഴിയുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിന് അവർ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ കൂട്ടായ്മ ആചരിക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും സാധിക്കുന്നു. അതിൽ കൂടി അവർക്ക് ആശ്വാസവും പ്രത്യാശയും കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ തിയോ മിനിസ്ട്രിയുടെ ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാനായി എന്ന് കരുതാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനും നമുക്ക് കൂട്ടായി ചിന്തിക്കുവാനും തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം സെഫന്യാവിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ബുക്ക് ഓഫ് സെഫന്യ ചാപ്റ്റർ 3 വേഴ്സസ് 17. The Lord your God is with you, his power gives you victory. Book of Zephaniah, one of the smallest book in the Holy Bible with only 3 chapters. ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്തെ ബുക്കുകളിൽ ഒന്നാണ്. സെഫന്യാവിൻ്റെ പ്രവചന പുസ്തകം അധികം ആരും റെഫർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ ചെയ്യാറില്ല. എന്നാൽ അതിൻ്റെ ഹ്രസ്വമായ ഉള്ളടക്കം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. മറ്റ് പ്രവചന പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ തൻ്റെ ജനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സെഫന്യാ പ്രവാചകനെ പറ്റി ഒരു വാക്ക്. മൈനർ പ്രൊഫറ്റ്സ്, ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം. തൻ്റെ കാലഘട്ടത്തെപ്പറ്റി തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട്. യഹൂദ രാജാവായ യോശിയാവിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ ബുക്ക് എഴുതപ്പെട്ടത് BC 639 BC 629 ഇടയ്ക്കാണെന്ന് അനുമാനിക്കാം. പഴയ നിയമ ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ ഉദ്ധരിക്കുന്നതിനായി ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ദൈവജനത്തിൻ്റെ ദുഷ്പ്രവർത്തികൾ മൂലം അവർക്ക് വരുവാൻ പോകുന്ന വലിയ ശിക്ഷയെപ്പറ്റി അവരെ ബോധവാന്മാരാക്കുന്നതിനും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ സെഫന്യാവിൻ്റെ കാലഘട്ടത്തിലും ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകിയപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുമായി സെഫന്യാ പ്രവാചകൻ എഴുന്നേൽക്കുന്നു. അവരുടെ തെറ്റുകൾ മൂലം അവർക്ക് വരുവാൻ പോകുന്ന കടുത്ത ശിക്ഷയെപ്പറ്റിയും അവർ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അവരെ ബോധവാന്മാരാക്കുന്നു. മനുഷ്യരാശിയുടെ പാപം മൂലം വരാനിരിക്കുന്ന ദൈവകോപത്തെപ്പറ്റി പരാമർശിക്കുന്ന പ്രവചന പുസ്തകങ്ങളിലെല്ലാം തന്നെ പ്രധാനമായി 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തേത് വാർണിംഗ് അബൌട്ട് ഗോഡ്സ് പണിഷ്മെൻറ്റ്. രണ്ടാമത്തേത് കണ്ടീഷൻസ് ആൻഡ് വേസ് ഫോർ റെപ്പൻറ്റൻസ്. മൂന്നാമത്തേത് അഷുറൻസ് ഓഫ് റിഡംഷൻ. ഇതിൽ ഒന്നാമത്തെ പോയിൻ്റായ വാർണിംഗ് അബൌട്ട് ഗോഡ്സ് പണിഷ്മെൻറ്റിനെ കുറിച്ച് ആദ്യമായി ചിന്തിക്കാം. എല്ലാ പ്രവചന പുസ്തകങ്ങളുടെയും ആദ്യ ഭാഗത്ത് തൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെപ്പറ്റിയും അതുമൂലം വരാനിരിക്കുന്ന ദൈവകോപത്തെക്കുറിച്ചും അതിഭീകരമായ ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പല അവസരങ്ങളിലും ദൈവജനം ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകുകയും ദൈവകോപത്തിന് ഇരയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിന് ശേഷവും മനുഷ്യൻ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സാംക്രമിക രോഗങ്ങളോ യുദ്ധക്കെടുതികളോ പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ ആയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യജനത അഭിമുഖീകരിക്കുന്ന COVID-19 എന്ന പ്രതിഭാസവും ഇതുതന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കുക. മനുഷ്യൻ സമ്പന്നതയുടെ സുഖലോലുപതയിൽ കൂടി കടന്നു പോകുമ്പോഴും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നടത്തുമ്പോഴും ഏതു വിധേനയും ധനസമ്പാദനം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഏത് അധർമ്മ പ്രവൃത്തിയും നടത്താൻ മടിയില്ലാതെ വരുമ്പോഴും അവൻ ദൈവത്തെയും
തൻ്റെ സമസൃഷ്ടിയായ സഹോദരനെയും മറക്കുന്നു. യഹോവയായ ദൈവം മോശയിൽ കൂടി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത 10 കൽപ്പനയുടെ ആദ്യ ഭാഗത്ത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെയും രണ്ടാം ഭാഗത്ത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും കാണിക്കുന്നു. ഈ 10 കൽപ്പനകളുടെ രത്നചുരുക്കമായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമുക്ക് നൽകിയ പുതിയ കൽപ്പനയിൽ ഇപ്രകാരം ആവശ്യപ്പെടുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്നും നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നുമുള്ള പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മളൊരു ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന, ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും തൻ്റെ ഈ പുതിയ കൽപ്പനയെ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്ന്. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമുക്കൊരിക്കൽ കൂടി സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ യഹോവയുടെ വരുവാനിരിക്കുന്ന ഉഗ്രകോപത്തെക്കുറിച്ചുള്ള ഒരു വിവരണം അവിടെ കാണുവാൻ സാധിക്കും. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ഭാഗത്ത് യഹോവയുടെ കോപം മൂലം അനുഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. The day of the Lord's judgment is described in the book of Zephaniah chapter 1 verses 2 and 3. The Lord said, I am going to destroy everything on earth, all human beings and animals, birds and fish. Here we can see that God is not sparing anyone or anything. Once again we can see the plan of destruction in Zephaniah chapter 1 verses 18. On the day when the Lord shows his fury, not even all their silver and gold will save them. The whole earth will be destroyed by the fire of his anger. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇതിൽ നിന്നും എത്ര സമ്പത്തോ ധനമോ പ്രൗഢിയോ പ്രതാപമോ കുടുംബ മഹിമയോ ഉന്നത ഉദ്യോഗമോ ഉണ്ടെങ്കിലും അതൊന്നും ആ സമയത്ത് നമ്മെ രക്ഷിക്കുകയില്ല. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ സംഹാരതാണ്ഡവം നടത്തുന്ന കൊറോണ വൈറസ് ആരെയും സ്പെയർ ചെയ്തിട്ടില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പത്തുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ തലത്തിലും എല്ലാ രംഗത്തിലുമുള്ളവരെ ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഇത് ബാധിച്ചിരിക്കുന്നു. പ്രവചന പുസ്തകങ്ങളുടെ 2-ാമത്തെ ഭാഗത്തുള്ള മെസ്സേജ് കണ്ടീഷൻസ് ആൻഡ് വേസ് ഫോർ റെപ്പൻറ്റൻസ്, അതായത് മനുഷ്യൻ പാപത്തിൽ കൂടി മുഴുകി ദൈവകോപത്തിനിരയായെങ്കിലും അവന് പശ്ചാത്തപിക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുമുള്ള അവസരം ദൈവം നൽകുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടി പ്രകാരം ഉദ്ഘോഷിക്കുന്നു: ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലനാശമാകും. എന്നാൽ ഇത് കേട്ട് മാനസാന്തരപ്പെട്ട നിനിവേക്കാർ അവരുടെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവരോട് ക്ഷമിക്കുകയും അവരെ നശിപ്പിക്കാതെ വിടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതുപോലെ സെഫന്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്: യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീൻ, അതേ കൂടി വരുവീൻ, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഈ ആഹ്വാനത്തിൽ കൂടി തങ്ങളുടെ ദുഷ്പ്രവർത്തികൾ മൂലം ദൈവകോപത്തിന് ഇരയായ തൻ്റെ പ്രിയ മക്കൾക്ക് അനുദപിച്ച് അവനിലേക്ക് തിരിയുവാൻ ദൈവം ഒരു അവസരം കൂടി നൽകുകയാണ്. ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഇത് വളരെ പ്രസക്തമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ലോക ജനതയ്ക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാനുള്ള ഒരു അവസരം ദൈവം ഇപ്പോഴും കരുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തിയോ മിനിസ്ട്രി പോലുള്ള ഉദ്യമങ്ങൾ കൂടി ലക്ഷ്യം വഹിക്കുന്നത് ഇതുപോലെയുള്ള ഒരു തിരിച്ചുവരവും മാനസാന്തരവും ആത്മീക ഉണർവുമാണ്. മാനസാന്തരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി 3 തരത്തിലുള്ള മാനസാന്തരം നടത്തിയിരിക്കണമെന്ന് കാണാം. ഒന്നാമത് ക്രിസ്തുവിനോടുള്ള മാനസാന്തരം, രണ്ടാമത് സഭയോടുള്ള മാനസാന്തരം, മൂന്നാമത് ലോകത്തോടുള്ള മാനസാന്തരം.
മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അന്തർഭവിച്ചിരിക്കേണ്ട ഈ 3 ഘടകങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെയും മാനസാന്തരം അപൂർണവുമാണ്. യേശുവിൻ്റെ മഹത്വം കാണുകയും യേശുവിൻ്റെ വിളി കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഹൃദയവും ജീവിതവും മുഴുവനായി യേശുവിന് സമർപ്പിക്കുന്ന മാനസാന്തരമാണ് അടിസ്ഥാനപരവും ഒഴിച്ചുകൂടാനാവാത്തതുമായ മാനസാന്തരം. എന്നാൽ സഭാജീവിതത്തിൽ സഭയുടെ വിശ്വാസത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്വന്തം ആത്മീയ അനുഭവങ്ങളെ മാത്രം താലോലിച്ചുകൊണ്ട് വ്യക്തികളായി ജീവിക്കുന്നവർ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല. ക്രിസ്തുവിനോടുള്ള മാനസാന്തരം സഭയോടുള്ള മാനസാന്തരവും കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം. എങ്കിലേ അത് പൂർണ്ണമാകുകയുള്ളൂ. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചാലും ലോകത്തോടുള്ള മാനസാന്തരത്തിൽ അഥവാ നിരപ്പാകലിൽ എത്തിച്ചേരാത്തവരാണ് നമ്മിൽ പലരും. നമ്മുടെ സ്നേഹവും സേവനവും ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളും ദൈവമക്കളുമാണെന്നുള്ള ബോധ്യമുണ്ടാകണം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ ഉള്ള വിവേചനം ദൈവികമല്ല. അതുകൊണ്ട് ക്രിസ്തുവിനോടും സഭയോടുമുള്ള നമ്മുടെ മാനസാന്തരം പൂർണ്ണമാകണമെങ്കിൽ നാം ലോകത്തോട് മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പ്രവചന പുസ്തകങ്ങളുടെ 3-ാം ഭാഗത്ത് കാണുന്നത് വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ചില ഉറപ്പുകളാണ്. ദാറ്റ് മീൻസ് അഷുറൻസ് ഓഫ് റിഡംഷൻ. In the book of Zephaniah, chapter 3, verses 12 to 13, I will leave there a humble and lowly people who will come to me for help. The people of Israel who survey will do no wrong to anyone, tell no lies, nor try to deceive. They will be prosperous and secure, afraid of no one. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ്: ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞുകിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു വിടുതലിൻ്റെ, ഒരു വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമാണ്. സ്വന്തം പ്രവർത്തികൾ മൂലം ദൈവകോപത്തിന് ഇരയായ തൻ്റെ ജനം അവരുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മുടിയനായ പുത്രനെ പോലെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുമ്പോൾ എല്ലാം മറക്കുന്നവനായ, എല്ലാം പൊറുക്കുന്നവനായ ദൈവം അവരെ കൈക്കൊള്ളുകയും തൻ്റെ ഉള്ളംകൈയിൽ അവരെ വഹിക്കുകയും ചെയ്യും. ദൈവം അവർക്ക് പുതിയൊരു വാഗ്ദത്തം നൽകുന്നതായി സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ ഒരു അനർത്ഥവും കാണുകയില്ല. ഈ വചനങ്ങൾ എപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്തെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, കൊറോണ വൈറസ് പോലെയുള്ള ഏത് രോഗഭീതി ഉണ്ടായാലും നമ്മെ കരുതുന്നവനായ ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ Psalms 91 verses 10 to 11. No disaster will strike you, no plague will come near your home. God will put angels in charge of you. Then why we should worry about coronavirus? Why we are frightened in this pandemic situation? No one can even touch you as our loving God is in your midst. പ്രിയ ദൈവജനമേ, സമയപരിമിതി മൂലം ഞാൻ എൻ്റെ ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതായ വേദഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. Zephaniah chapter 3 verses 17. The Lord your God is with you, his power gives you victory. പിന്നെ നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്തിനെക്കുറിച്ചാണ് ഉത്കണ്ഠാകുലരാകുന്നത്? ദൈവത്തിൻ്റെ രക്ഷാവലയത്തിനുള്ളിലാണ് നാം. അതിനാൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ആരാധനാലയത്തിൽ പോകുന്നതിനോ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതിനോ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിനോ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭവനങ്ങളെ തന്നെ ഒരു ദേവാലയം, ദൈവം വസിക്കുന്ന ആലയമാക്കിക്കൊണ്ട് ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നതിന് സാധിക്കുന്നു. എന്നാൽ അനേകർ രോഗങ്ങൾ മൂലവും മറ്റും മാനസിക സംഘർഷത്തിലാകുകയും ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തിട്ടുണ്ട്. അവരെപ്പറ്റി ചിന്തിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് തിയോ മിനിസ്ട്രി പോലെയുള്ള സംരംഭങ്ങൾ ഒരു മുഖാന്തരമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 3.5 മാസം പിന്നിട്ട തിയോ മിനിസ്ട്രിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു.
ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അവരോടും എന്നെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. As the Holy Book of Bible, Luke chapter 6 verses 38 says, "Give and it will be given to you. A good measure, pressed down, shaken together, running over, will be put into your lap. For with the measure you use, it will be measured back to you." O heavenly gracious Father, we thank you for your mercy, kindness, and unconditional love. We thank you for every single blessing you have showered upon us. We ask you to continue your lovely blessings upon the church members with your wisdom, purity, and love. Bless our head of the church and all the bishops, priests, and deacons, and all who serve the church in any capacity. We repent to you, our Lord. We ask for forgiveness. We once were a lost sheep, but now we have cleansed in your blood and protected through your mercy. We surrender our soul, mind, and body to you, dear Lord. We ask you to remove unheavenly thoughts from our minds. Wash away our sins. You are the refuge and source of comfort. You are the creator of all things. We beseech you, O God of mercy, show kindness unto towards us and pardon our offenses. Inflame our heart with an ardent desire of pleasing you. O Lord, fill our heart with spiritual enlightenment and spiritual happiness. We speak or write or listen to those nearby or far away. Help us to share your love, O God. In our plans and work for ourselves and others, help us to glorify you, O God. In every thought and word and deed, by the power of your Holy Spirit, this week we may live for you, O God. Jesus, during your ministry on earth, you showed your power and caring by healing people of all ages and stations of life from physical, mental, and spiritual ailments. Be present now to people who need your loving touch because of COVID-19. May they feel your power of healing through the care of doctors and nurses. Take away the fear, anxiety, and feelings of isolation from people receiving treatment or under quarantine. Lord, we are so grateful for all the people who continue to work each day so that people are able to eat. We ask that you bless and protect them as they serve. Father, we want to thank you for being with us throughout this meeting. Your presence has been in this place from the start to the end, and we want to say thank you. Lord, as we leave this place, let us go out there and be the salt and the light. May we be put into practice what we have discussed and learned. Help us to make a difference in this world for the glory of your name. Lord, where we drifted and said things that do not bring glory to your name, we ask you to forgive us. May the God of peace, who through the blood of eternal covenant brought back from the dead our Lord Jesus, that great shepherd of the sheep, equip you with everything good for doing his will, and may he work in us what is pleasing to him. Through Jesus Christ, to whom be glory forever and ever. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.